സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ ഏപ്രിൽ 8 മുതൽ 11 വരെ. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ള പുസ്തകശാല, ചിത്ര പ്രദർശനം, ടൂറിസം തുടങ്ങിയ എക്സിബിഷൻ സെന്ററുകളുടെ ഉദ്ഘാടനം കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിക്കും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ ഏപ്രിൽ 8 മുതൽ 11 വരെ നടക്കും. 59 കലാമത്സരങ്ങളും 118 കായിക മത്സരങ്ങളുമാണ് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കുക. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ള പുസ്തകശാല, ചിത്ര പ്രദർശനം, ടൂറിസം തുടങ്ങിയ എക്സിബിഷൻ സെന്ററുകളുടെ ഉദ്ഘാടനം കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിക്കും. തുടർന്ന് 12 വേദികളിലായി ഏതാണ്ട് 5000-ഓളം കലാ കായിക പ്രതിഭകൾ 51 ഇനം കലാമത്സരങ്ങളും 118 ഇനം കായിക മത്സരങ്ങളിലുമായി കേരളോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കാളികളാവും. അപ്പോൾ സംസ്ഥാനതല കേരളോത്സവത്തിൽ ഏതാണ്ട് 5000-ലേറെ കലാ കായിക പ്രതിഭകൾ വിവിധ ജില്ലകളിൽ നിന്നും മത്സരങ്ങൾ, ഏറ്റവും താഴെ തലങ്ങളിൽ നിന്നുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിലേക്കുള്ള മത്സരത്തിൽ എത്തിച്ചേരുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല നിലയിലുള്ള ഒരു സംസ്ഥാനതല മത്സരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും താഴെ തലത്തിൽ നിന്നും ജില്ലാ തലത്തിലുള്ള മത്സരങ്ങളടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനതല മത്സരത്തിലേക്ക് എത്തുന്നത്. സമാപന ദിവസമായ ഏപ്രിൽ 11 നടക്കുന്ന പൊതുസമ്മേളനവും പ്രതിഭാ പുരസ്കാരവും നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പങ്കെടുക്കും. തുടർന്ന് റിമി ടോമി ടീം മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുമെന്ന് കേരളോത്സവം സംഘാടക സമിതി ഓർഗനൈസിംഗ് ചെയർമാൻ ആന്റണി ജോൺ MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ R പ്രജീഷ, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ AR രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള കേരളോത്സവത്തിന്റെ സംഘാടനത്തിലെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനമാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഇവിടുത്തെ പൊതുസമൂഹവും മാധ്യമവും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ കേരളോത്സവം ഇവിടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചു. ഔപചാരികമായ തുടക്കമാവുന്നത് 8-ാം തീയതി വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ്. വൈകുന്നേരം 4 മണിക്ക് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും അതത് ബാനറിൻ കീഴിലാണ് ഘോഷയാത്രയുടെ ഭാഗമായി അണിചേരാൻ വേണ്ടി പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,